ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോ ഹോണ്ടയുടെ പ്ലഷറാണ് വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് മാറ്റാം, അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ലീക്ക് ഉണ്ട്, ജനറൽ സർവീസ് ചെയ്യാം. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ജനറൽ സർവീസ് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് തന്നെ ബാക്ക് വീലൊക്കെ അഴിച്ച് അതിൻ്റെ ബ്രേക്കിൻ്റെ കേസിൽ ചെക്ക് ചെയ്തിടുന്നുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റിങ്ങിൽ കിടക്കണം. ബ്രേക്ക് ലൈനർ മാറ്റേണ്ട ടൈമാണ് കേട്ടോ. അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമൊക്കെ നല്ല രീതിയിൽ തുരുമ്പിട്ട് ടൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഫുൾ അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് ബ്രേക്ക് ലൈനർ നമുക്ക് മാറ്റിയിടാം. ബാക്കിലത്തെ ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഹബിൻ്റെ ഭാഗത്ത് വേറെ പറയുന്ന കംപ്ലയിൻ്റ് ഇല്ല. അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ പൊടി കയറി ഫുള്ള് ബ്ലോക്കാണ്. അതിൻ്റേതായിട്ടുള്ള വലിയ ഒരു വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ പൊടി കയറിയൊക്കെ ഉണ്ടാവും. എയർ ഫിൽറ്ററൊക്കെ മാറ്റേണ്ട ടൈമാണ്. ശരിക്കും എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ എയർ ഫിൽറ്റർ പ്ലഗും കൂടിയാണ് ശരിക്കും മാറ്റേണ്ടത്. ഈ പ്ലഗ് മാറ്റിയിട്ടിട്ട് ഒരുപാടായിട്ടില്ല. അപ്പോൾ തൽക്കാലം പ്ലഗ് നമുക്ക് അതിന് യൂസ് ചെയ്യാം, പക്ഷേ എയർ ഫിൽറ്റർ എടുത്ത് കളഞ്ഞു, അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് പൊടിഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. ഈ ഭാഗത്താണ് തന്നെ അത് മൊത്തം വലിച്ചതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ സാധ്യതയുള്ളതുകൊണ്ട് അതും മാറ്റിയിടാം. ഏകദേശം ഒരു 50 രൂപ താഴേക്ക് നമുക്കതിന് കോസ്റ്റ് ഉള്ളൂ. പിന്നെ ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗം നമ്മൾ ഫുള്ളായിട്ട് അയച്ചിട്ടുണ്ട്. CVT ക്ലച്ചാണ് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്ത് ഗ്രീസിങ് ആവശ്യമെങ്കിൽ ഗ്രീസിങ് ഒക്കെ നടത്തേണ്ട ഒരു പാർട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അഴിച്ച് നോക്കുമ്പോൾ ഇവിടെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ ലീക്ക് ഉണ്ട്, അവിടെ ഓയിൽ പുറത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ക്ലച്ച് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ആ ഓയിൽ സീൽ മാറ്റിയിടാം. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി, ബെൽറ്റ് നമ്മൾ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ്, പക്ഷേ വലിയ ഡാമേജോ കാര്യങ്ങളൊന്നും നിലവിലില്ല. പിന്നെ നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ബാക്കിയത്തെ പാർട്ടുകൾ, അതായത് വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ, ക്ലച്ച് ഷൂ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ക്ലച്ച് യൂണിറ്റ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ എഞ്ചിൻ ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഭാഗത്ത് നോക്കുമ്പോൾ എൻ്റെ ഹെഡിൻ്റെ അവിടെ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഓയിൽ പുറത്തേക്ക് ചാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അഴിച്ച ഗ്യാസ്കറ്റ് മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ കാർബറേറ്ററിൻ്റെ അവസ്ഥ വളരെ മോശമായിട്ടാണ് കാണുന്നത്. പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻറ്റോ കാർബറേറ്റർ ക്ലീനിങ്ങിൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ തൽക്കാലം നമ്മളത് അഴിക്കുന്നില്ല. ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ആക്സിലേറ്റർ കേബിൾ നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ മാറ്റി ഇടുന്നുണ്ടെങ്കിൽ കൂട്ടത്തികളൊന്ന് പറഞ്ഞോളൂ, ഞാനത് അഴിക്കണ കൂട്ടത്തികൾ നമുക്കത് മാറ്റാം. എന്തെങ്കിലും ടൈറ്റാണ് വലിയ താമസിച്ചായിട്ട് മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് കംപ്ലയിൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ ബുഷുകളും കംപ്ലയിൻ്റ് കാണിക്കുന്നുണ്ട്. ബുഷ് നമ്മൾ അഴിച്ച് നോക്കിയപ്പോൾ നല്ല രീതിയിൽ തേമാനം വന്നിട്ട് നമുക്ക് മാറ്റിയിടണം. ഈ സൈഡ് ലിങ്കിൻ്റെ ബുഷ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഫ്രണ്ടിലത്തെ വീൽ ബെയറിംഗ് കംപ്ലയിൻ്റ് ഉണ്ട്. വീൽ ബെയറിംഗ് മാത്രമല്ല എൻ്റെ പ്രശ്നം കേട്ടോ, ഈ ഹബിൻ്റെ ഇത് ഇവിടെ പൊട്ടിപ്പോയേക്കാണ്. പൊട്ടിയിട്ട് ബെയറിംഗ് അതിൻ്റെ ഉള്ളിൽ ലൂസായിട്ട്. അപ്പോൾ നമ്മൾ പുതിയ ബെയറിംഗ് അടിച്ചാലും നിൽക്കില്ല. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട കേസ് വെച്ചാൽ ഈ ഹബ് യൂണിറ്റ് മൊത്തത്തിൽ മാറ്റിയാലാണ് അത് റെഡി ആവുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ കേസ് കൂടി നോക്കിയിട്ടൊന്ന് പറയണം, അതനുസരിച്ചിട്ട് വേണം നമുക്കത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ജനറൽ സർവീസിന് കൂട്ടത്തിൽ കൂടെ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. 2025 ബാറ്ററി, പുതിയ ബാറ്ററിയാണ്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. നമുക്ക് 13 വോൾട്ടൊക്കെ കാണിക്കുന്നുണ്ട് അതിനകത്ത്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ പ്ലഗിൻ്റെ കേസ് ഞാൻ പറഞ്ഞു, പ്ലഗ് നമ്മൾ കിടക്കുന്നത് വലിയ പഴക്കമായിട്ടില്ല, ഇടയ്ക്ക് എപ്പോഴും മാറ്റിയതാണ്. എഞ്ചിൻ ഓയിൽ കേസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ല, പക്ഷേ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്തു. നോക്കുന്ന സമയത്ത് നമുക്ക് 500 മില്ലി ഓയിലും ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓയിൽ എന്തെങ്കിലും കൂട്ടത്തിൽ കൂടെ മാറ്റി വിടണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം, അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.